തൊടുപുഴയിൽ പ്രചാരണ ഫ്ലക്സുകളെ ചൊല്ലിയാണ് തർക്കം. UDF സ്ഥാനാർത്ഥി അപ്പു ജോൺ ജോസഫിന്റെ ഫ്ലക്സ് ബോർഡുകൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നശിപ്പിച്ചു എന്നാണ് അവരുടെ ആരോപണം. ഗ്രീൻ പ്രോട്ടോകോൾ വിഭാഗം LDFന്റെയും NDAയുടെയൊക്കെ സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സുകൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചതിൽ ഗൂഢാലോചന ആരോപിച്ച് CPM രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ആകെ ഫ്ലക്സുകളെ ചൊല്ലിയാണ് പ്രശ്നം. ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായ ജില്ലാ ഗ്രീൻ പ്രോട്ടോകോൾ സ്ക്വാഡ് തൊടുപുഴയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഫ്ലെക്സ് ബോർഡുകൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാതെ തയ്യാറാക്കിയ ഫ്ലെക്സുകളായിരുന്നു ഇത്. LDF NDA സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ മാത്രമാണ് ഇതിലുണ്ടായിരുന്നത്. ഇതിനെതിരെ പ്രതിഷേധം നടക്കുന്നതിന് ഇടയിലേക്കെത്തിയ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനം DYFI പ്രവർത്തകർ ആക്രമിച്ചുവെന്നാണ് UDFന്റെ ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് UDF പോലീസ് സ്റ്റേഷൻ ഉപരോധമടക്കം സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് കേടുപാടുകൾ പറ്റിയ വാഹനവുമായിട്ടാണ് അപ്പു ജോൺ ജോസഫിന്റെ പ്രചരണം നടക്കുന്നത്. വീട്ടുമുറ്റത്ത് കേട്ടിയിട്ടിരുന്ന വണ്ടി വന്ന് ഒരു കാരണവുമില്ലാതെ തല്ലി തകർത്ത്, ഇത് കണ്ടോ, ഇത് മുഴുവൻ തല്ലി തകർത്തിട്ടേക്കുവാണ്. ഞങ്ങൾക്ക് പെർമിറ്റുള്ള ഈ 3 വണ്ടികളേ ഉള്ളൂ. അപ്പം ഇന്ന് ഇതുകൊണ്ട് പോകേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് ഞങ്ങൾ. തീർച്ചയായിട്ടും ഈ തൊടുപുഴയിലെ സമാധാനപരമായി ഇവിടെ ഒരു ഇലക്ഷൻ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപക്ഷെ പരാജയ ഭീതി കൊണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല, ഇത് വളരെ നിർഭാഗ്യകരമായി പോയി. എന്നാൽ ഫ്ലെക്സുകൾ നശിപ്പിക്കപ്പെട്ടതിൽ ഗൂഢാലോചന ആരോപിക്കുകയാണ് CPM. വീട് കയറി ആക്രമണമടക്കമുള്ള ആരോപണങ്ങൾ CPM നിഷേധിക്കുന്നു. പറയുന്നത് 3ഓളം വാഹനങ്ങൾ ഫ്ലെക്സ് കീറിയെന്നാണ്, വീട്ടിൽ അതിക്രമിച്ച് കീറിയെന്നൊക്കെ ഒരു ആക്ഷേപം പറയുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ ഉണ്ടാകുന്ന ഗിമ്മിക്കുകളായി മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് കാലയളവിൽ ആരെങ്കിലും ചെയ്യുന്നൊരു പരിപാടിയാണോ? ഇത് കുറേ തവണ കണ്ട നെയ്യാറ്റിൻകര കണ്ടതല്ലേ, വീട് കത്തിച്ചു, വീട് അടിച്ചു പൊട്ടിച്ചു എന്നുള്ള ആക്ഷേപമൊക്കെ തെരഞ്ഞെടുപ്പ് കാലയളവിൽ UDFന്റെ സ്ഥിരം നമ്പറുകളാണ്. ആ നമ്പർ മാത്രമായിട്ട് ഇതിനെ കാണുന്നുള്ളൂ. തൊടുപുഴയിലെ 5 സ്വകാര്യ സ്ഥാപനങ്ങളിലായിട്ടാണ് 3 മുന്നണികളുടെയും ഫ്ലെക്സ് ബോർഡുകൾ തയ്യാറാക്കിയത്. ഇതൊന്നും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാതെയാണെന്നാണ് പരാതി. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.